നിങ്ങൾക്ക് ഇയർലി ഏകദേശം 2,13,830 ഡോളർ, അതായത് ഇന്ത്യൻ മണി ഏകദേശം 1,80,00,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഒരു ജോലിക്ക് സമൂഹത്തില് നല്ല നിലയും വിലയും ഒക്കെ ഉള്ള ഒരു ജോലിയാണ് എന്നതുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോലി ആരായിരിക്കും ആഗ്രഹിക്കാത്തതല്ലേ? ഞാനീ പറഞ്ഞത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതായത് അമേരിക്കയിലെ ഒരു ഡോക്ടറിന് കൊടുക്കേണ്ട മിനിമം വേജസ് ആയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്തേക്കുന്ന സാലറിയാണ്. സോ എങ്ങനെയായിരിക്കും നമുക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു ഡോക്ടർ ആവാനായിട്ട് സാധിക്കുക? നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് UK, ഈ ഒരു 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നമുക്ക് എങ്ങനെ ഡോക്ടർ ആവാനായിട്ട് സാധിക്കും. ദെൻ അവിടെ ഡോക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്, ഈ ഒരു രാജ്യത്ത് നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് പോയി പഠിക്കാനായിട്ട് സാധിക്കുക. അത് കൂടാണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് അവിടെ പോയിട്ട് എങ്ങനെ ലൈസൻസിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവിടെ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്തിട്ട് ആസ് എ ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ MBBS അല്ലെങ്കിൽ PGO പഠിക്കുന്നത് USA, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് UK, ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്താണ് എങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാമിനേഷൻ ഒന്നും എഴുതാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ലോകത്തിലുള്ള ടോട്ടൽ ആയിട്ടുള്ള കൺട്രീസ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 80% കൺട്രീസും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 5 രാജ്യത്തില് MBBS ഡിഗ്രി എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ PG ഡിഗ്രി അവര് അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സാംസ് ഒന്നും കൂടാണ്ട് തന്നെ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ GCC കൺട്രീസ്, ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ എടുത്താൽ ഈ ഒരു 5 രാജ്യത്താണ് നമ്മൾ MBBSO PGO ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് അവിടെ പോലെ ലൈസൻസ് ഒന്നും കൂടാണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഈ 5 രാജ്യങ്ങളിലെ MBBSനെയോ അല്ലെങ്കിൽ റെസിഡൻസി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയെ ആസ് എ ഗ്ലോബൽ ഡോക്ടർ എന്ന് പറയുന്നത്. സോ ഈ 5 കൺട്രീസിൽ ഡയറക്റ്റ് ആയിട്ട് പോയി MBBS പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളും അത് കൂടാണ്ട് പുറത്ത് പഠിച്ചിട്ട് അവിടെ എങ്ങനെയാണ് ലൈസൻസിങ് നേടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 2 ദിവസം തന്നെ വേണ്ടി വരും. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എപ്പിസോഡുകളായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു 25 എപ്പിസോഡാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. സോ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അതായത് USA ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് പോയിട്ട് MBBS പഠിക്കാനായിട്ട് സാധിക്കുക. സോ ഡയറക്റ്റ് പോയിട്ട് MBBS പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഒരു സ്റ്റുഡന്റിന് വേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇപ്പൊ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോയിട്ട് നേരിട്ട് MBBS പഠിക്കണമെങ്കിൽ നമുക്ക് +2 ബേസിക്കലി സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അത് കൂടാണ്ട് നമ്മുടെ അക്കാഡമിക്സ് നല്ല സ്ട്രോങ്ങും ആയിരിക്കണം. ദെൻ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ MBBS പ്രോഗ്രാം അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ BSMD എന്നാണ്, അതായത് ബേസിക് സയൻസ് പ്ലസ് MD പ്രോഗ്രാം എന്നാണ് കോഴ്സ് അറിയപ്പെടുന്നത്. സോ വൺസ് നമ്മൾ +2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 വർഷത്തെ ഡിഗ്രി പഠിക്കേണ്ടതായിട്ടുണ്ട്. വൺസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, MD പ്രോഗ്രാമിലോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. വൺസ് നമ്മുടെ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഗവൺമെന്റ് നടത്തുന്ന മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ടെസ്റ്റ്, അതായത് MCAT എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. സോ വൺസ് നമ്മൾ MCAT എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, USA എല്ലാ മെഡിക്കൽ കോളേജസിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. സോ നമുക്കിപ്പോ അഡ്മിഷൻ എടുക്കാനായിട്ട് കോമൺലി ഉള്ളൊരു പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ മെഡിക്കൽ കോളേജസ് ആപ്ലിക്കേഷൻ സർവീസ്, AMCAS എന്ന് പറയുന്ന, നമ്മളിപ്പോ നാട്ടിൽ എന്താണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് MCZ, അത് കൂടാണ്ട് എന്താണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതത് സ്റ്റേറ്റുകളുടെ കൗൺസിലിംഗ് റെഗുലേറ്ററി ബോഡിയൊക്കെ ഉള്ളത് പോലെ തന്നെ അമേരിക്കയിലെ അമേരിക്കൻ മെഡിക്കൽ കോളേജ് ആപ്ലിക്കേഷൻ സർവീസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സർവീസ് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് വളരെ നല്ല റാങ്ക് ആണ് എങ്കിൽ അമേരിക്കയിലുള്ള ഏതെങ്കിലും മെഡിക്കൽ സ്കൂളിൽ എന്ത് കിട്ടും, നമുക്ക് അഡ്മിഷൻ ലഭിക്കും. സോ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ MD പ്രോഗ്രാം എന്ന് പറയുന്നത് 4 വർഷമാണ് പിന്നെ MD പ്രോഗ്രാം വരുന്നത്. സോ ഈ ഒരു MD പ്രോഗ്രാമിൽ നമ്മൾ തിയറി പേപ്പേഴ്സും പഠിക്കുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ എന്താണ് ക്ലിനിക്കൽ സബ്ജക്ട്സും പഠിക്കുന്നുണ്ടാവും.
ദെൻ MD പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഫുൾ ക്ലിനിക്കൽ റൊട്ടേഷൻസ് ആണ് വരുന്നത്. സോ നമ്മൾ +2 കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തെ ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നമ്മൾ MCAT എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതി, അതിനുശേഷം എന്ത് ചെയ്തു MD പ്രോഗ്രാമിന് നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇത്രയും കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആകാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയും കംപ്ലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അമേരിക്കയിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആവല് പോസിബിൾ അല്ല. അമേരിക്കയിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആവണമെങ്കിൽ നമ്മുടെ BSMD പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻസി പ്രോഗ്രാം, നമ്മൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നമ്മൾ PG എന്ന് പറയാം അല്ലേ. സോ നമ്മുടെ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആസ് എ ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ഡിഫർ ആവുകയാണ്. ഏകദേശം 3 വർഷം മുതൽ 7 വർഷം വരെ ആ ഒരു സ്പെഷ്യാലിറ്റീസിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ഡ്യൂറേഷനിലും ഡിഫറൻസ് വരുന്നുണ്ട്. സോ നമ്മളിപ്പോ MD പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MD പഠനത്തോടൊപ്പം തന്നെ നമ്മൾ USMLE എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പല വിദ്യാർത്ഥികളും ഓൾറെഡി ഈ പറയുന്ന USMLE എന്ന് പറയുന്ന ഒരു ടേം ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ എന്നാണ് USMLE അറിയപ്പെടുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇനി മുതൽ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുന്നത് പോലെ കറന്റ്ലി US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാം എന്ന് പറയുന്ന പേര് എന്തുണ്ട്, ഒരു എക്സാമിനേഷൻ ഉണ്ട്. സോ ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് ടോട്ടൽ ആയിട്ട് 3 പാർട്ടാണുള്ളത്. അതായത് USMLE ഫസ്റ്റ് ഉണ്ട്, USMLE സെക്കൻഡ് ഉണ്ട്, ദെൻ USMLE തേർഡ് ഉണ്ട്. സോ USMLE തേർഡ് വരെയുള്ള പാർട്ട് എഴുതി പാസ്സായാൽ മാത്രമേ അമേരിക്കയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ BSMD കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ PG ചെയ്താലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, നമുക്ക് അമേരിക്കയിൽ വർക്ക് ചെയ്ത് പോസിബിൾ അല്ല. അമേരിക്കയിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ USMLEയുടെ 3 ഫേസ് ഓഫ് എക്സാമിനേഷൻസ് നമ്മൾ എഴുതി പാസ്സാവേണ്ടതായിട്ടുണ്ട്. സോ അപ്പൊ ഈ ഒരു USMLE എക്സാമിനേഷൻ എങ്ങനെയാണ് നടത്തുന്നത്, എപ്പോഴൊക്കെ ആയിരിക്കും ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. സോ വൺസ് സ്റ്റുഡന്റ് MD പ്രോഗ്രാമിന്റെ 3ാമത്തെ വർഷത്തിൽ ആയിരിക്കുന്ന സമയത്ത് USMLEയുടെ തിയറി എക്സാമിനേഷൻ, അതായത് USMLE ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റുഡന്റിന് എഴുതാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ഫസ്റ്റ് ഇയർ മുതൽ തേർഡ് ഇയർ വരെയുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയറി പാർട്സ് ആണ് പഠിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സ്റ്റുഡന്റ് തിയറി പാർട്ട് ടോട്ടലി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതെല്ലാം കൂടി ചേർത്ത് ഒരു കോമൺ എക്സാമിനേഷൻ, അതാണ് നമ്മുടെ ഒരു USMLE ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ USMLE ഫസ്റ്റ് പാർട്ട് നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ഫൈനൽ ഇയർ ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, USMLE സെക്കൻഡ് എഴുതാനായിട്ട് സാധിക്കുക. ഈ ഒരു ഫൈനൽ ഇയർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്തായിരിക്കും, ടോട്ടലി ക്ലിനിക്കൽ റൊട്ടേഷനിലായിരിക്കും ഉണ്ടാകുന്നത്. സോ USMLE സെക്കൻഡ് പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS ആൻഡ് CK വരുന്നുണ്ട്. അതായത് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ലും വരുന്നുണ്ട്, ക്ലിനിക്കൽ നോളജും വരുന്നുണ്ട്. സോ സ്റ്റുഡന്റ് ക്ലിനിക്കൽ റൊട്ടേഷനിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് ഈ ഒരു ക്ലിനിക്കൽ സ്കിൽ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പാസ് ആവൽ ഒരിക്കലും ഒരു പ്രോബ്ലം ആവുകയേ ഇല്ല. സോ സ്റ്റുഡന്റ് വൺസ് BSMD കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് USMLE ഫസ്റ്റും സെക്കൻഡും ക്ലിയർ ആകാനായിട്ട് സാധിക്കും. സോ വൺസ് എന്ത് ചെയ്തു, ആള് USMLE സെക്കൻഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആൾക്ക് ഏത് ഫീൽഡിലാണോ ആൾക്ക് PG ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഒരു ഫീൽഡിലോട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആൾക്ക് PGക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ത്യയിലാണ് PG എന്ന് പറഞ്ഞൊരു ടേം ഉപയോഗിക്കുന്നത്, നമ്മൾ അവിടെ പറയുന്നത് പറഞ്ഞാൽ റെസിഡൻസി പ്രോഗ്രാം എന്നാണ്. ഓക്കെ, സോ ആള് ചൂസ് ചെയ്യുന്ന റെസിഡൻസി പ്രോഗ്രാമിന്റെ സബ്ജക്ട് അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം മുതൽ 7 വർഷം വരെ എന്തുണ്ടാവും, ഡ്യൂറേഷൻ ഉണ്ടാവും. ദെൻ ആള് എന്ത് ചെയ്തു, നമ്മുടെ റെസിഡൻസി പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻസി പ്രോഗ്രാമിന്റെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാൻ സാധിക്കും, ആൾക്ക് USMLEയുടെ തേർഡ് എക്സാമിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു USMLEയുടെ തേർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 16 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഇതിനകത്ത് ഏകദേശം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൂടാതെ റിയൽ ടൈം സിമുലേഷൻസ് ഉണ്ടാവും. അതായത് റിയൽ ആയിട്ടുള്ള പേഷ്യൻസിനെ അനലൈസ് ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ട്, ഈ USMLE തേർഡ് എക്സാമിനേഷനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെ USMLE തേർഡ് എക്സാമിനേഷൻ എഴുതി പാസ്സായി അതിനുശേഷം എന്ത് ചെയ്തു, ആളുടെ റെസിഡൻസി കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്താവാൻ പറ്റും, അമേരിക്കയിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, അപ്പൊ അമേരിക്കയിൽ പോയിട്ട് MBBS പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്യൂറേഷൻ എന്നുള്ള കാര്യമല്ല. അതായത് ഇപ്പോൾ USMLE എക്സാമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിനോടൊപ്പം തന്നെ പാസ്സായി പോയാൽ പോലും
നമുക്ക് എന്താണ് ആസ് എ ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആവണമെങ്കിൽ മിനിമം 11 വർഷം വേണം, ശരിയല്ലേ? ബിക്കോസ് 4 വർഷത്തെ ബേസിക് സയൻസ് പഠിക്കണം, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ 4 വർഷത്തെ MD പ്രോഗ്രാം പഠിക്കണം, അപ്പൊ 8 വർഷമായി. അത് കഴിഞ്ഞ് മിനിമം 3 വർഷം നമുക്ക് എന്തുണ്ട്, റെസിഡൻസി ഉണ്ട്. സോ മിനിമം ഒരു 11 വർഷമാവും. ഇനി നമ്മൾ എടുക്കുന്ന സ്പെഷ്യാലിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ മേ ബി അതെന്താണ് ഒരു 15 വർഷം വരെയൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് പേയ്മെന്റ് ലഭിക്കുന്ന ഡോക്ടേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലാണ്. ഞാൻ ഈ പറയുന്നത് ഇപ്പൊ USA കാര്യം മാത്രമല്ല കേട്ടോ. നിങ്ങളിപ്പോ USA കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡോ UK ഏത് രാജ്യം എടുത്താലും ഒരു ലൈസൻസ്ഡ് പ്രാക്ടീഷണറുടെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ വലിയ സാലറിയാണ് എന്ത് അവർക്ക് ലഭിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്താണ് കോമൺ ആയിട്ട്, അതായത് മിനിമം എന്ത് വേജസ് ആണ് അമേരിക്കയിൽ കൊടുക്കണം എന്നതിനെ കുറിച്ച് ഗവൺമെന്റ് നോംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റേറ്റ് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ഈ സെയിം കേസ് നമ്മളിപ്പോ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറുടെ കേസ് നമ്മളിപ്പോ ഫ്ലോറിഡയിൽ എടുക്കുകയാണെങ്കിൽ മിനിമം എന്ത് കിട്ടുന്നുണ്ട്, $5 ലക്ഷം വരെയൊക്കെ സാലറി കിട്ടുന്നുണ്ട്. $5 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 4,20,00,000 രൂപയായി. ഓക്കെ, സോ സ്റ്റേറ്റ് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ചേഞ്ച് വരുന്നത്. ഇതിനകത്ത് കുറച്ച് സാലറി കുറവ് വരുന്നത് പറഞ്ഞാൽ ന്യൂയോർക്കിലോട്ടൊക്കെ വരുമ്പോൾ സാലറി കുറവാണ്. ദെൻ എന്താണ് ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോറിഡയാണ്. ഇനി നമ്മൾ ഇന്ത്യാനയിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവർ ഫിക്സ് ചെയ്തേക്കുന്നത് ഏകദേശം 4,30,000 മുകളിലാണ് എന്ത് ചെയ്തേക്കുന്നത്, അവർ ഫിക്സ് ചെയ്തേക്കുന്നത്. $4,30,000 എന്ന് പറയുന്നത് ഏകദേശം 3.5 കോടി രൂപയോളമായി അല്ലേ. സോ എന്താ നമ്മൾ ഈ പറയുന്ന സാലറി മേടിച്ച് ഇത്രയും വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള എന്താണ് ചുവടുകൾ അത്ര ഈസി അല്ല എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പിന്നെ ഇപ്പൊ കറന്റ് നിങ്ങൾ MBBS പഠിക്കുകയാണ് എങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണ് എങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു വലിയൊരു ഡ്രീമാണ് ഇത്തരത്തിലുള്ള ഒരു കൺട്രിയിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് സെറ്റിൽ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ബിക്കോസ് ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കും. ഈ ഒരു സീരീസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ആസ് എ ലൈസൻസ്ഡ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ എന്നതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.